ഹലോ. ഹലോ, കൃഷ്ണമോളല്ലേ? അതെ ചേച്ചി. ഞാനിവിടെ അങ്കിളിനോടും ആന്റിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അലീന ചേച്ചിയുടെ കാര്യത്തില് അവരെന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഇവിടെ എല്ലാരും പെട്ടിരിക്കുവാ, പുറത്തിറങ്ങാൻ പോലും നിവൃത്തിയില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ? അലീന ചേച്ചി ആയിരുന്നു എന്റെ ധൈര്യം, ഇപ്പൊ അതുമില്ല. നമുക്കൊരു 4 മണി വരെ നോക്കാം. എന്നിട്ടും അലീന ചേച്ചി വീട്ടിലെങ്കിൽ ഇവിടുന്ന് അങ്കിളിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാം. അച്ഛന്റെ വിവരം ഒന്നും അറിയാൻ മേല. അച്ഛന്റെ ഫോണാണെങ്കിൽ ഇവിടെ അലീന ചേച്ചി കൊണ്ടുവന്ന് വെച്ചേക്കുവാ. അതെന്നെ അങ്ങനെ ചെയ്ത്? ഇന്ന് വൈകുന്നേരം ന്യൂസ് ചാനലിലും നാളെ രാവിലെ പത്രത്തിലൊക്കെ വാർത്ത വരുമ്പോ കുറെ പേരെങ്കിലും അച്ഛന്റെ നമ്പർ എടുത്ത് ചീത്ത വിളിക്കുമല്ലോ. അച്ഛൻ അതൊന്നും കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അലീന ചേച്ചി ഫോൺ കൊടുത്തില്ല. അത് നന്നായി. ആ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണോ? അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല ചേച്ചി. ഇത് വലിയ സംഭവം തോന്നുന്നേ. നീ പേടിക്കണ്ട കേട്ടോ, നമുക്ക് എന്നതെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നീ വല്ലതും കഴിച്ചായിരുന്നു ഉച്ചയ്ക്ക്? ഇല്ല, എനിക്കൊന്നും വേണ്ട, വിശപ്പില്ലാഞ്ഞിട്ടാ. അങ്ങനെ ഒന്നും കഴിക്കാതിരിക്കില്ലേ? എന്നതെങ്കിലും ഒന്ന് കഴിക്ക്. ഒന്നും കഴിക്കാതെ ക്ഷീണിച്ച് വയറും കൂടെ കേടായ പിന്നെ ഭയങ്കര വിഷമവും നിരാശയും ഒക്കെ തോന്നും. പിടിച്ചു നിൽക്കണ്ടേ? അതിനാദ്യം ശരീരത്തിന് ബലം വേണം, എന്നാലേ മനോബലം കിട്ടത്തുള്ളൂ. ബബിത എവിടെ പോയി? റൂമിൽ ഇരിക്കോ കിടക്കോ ഫോൺ നോക്കൊക്കെ ചെയ്യുന്നുണ്ട്. എന്നോട് മിണ്ടാൻ പോലും വരത്തില്ല. മോളിപ്പോ എന്തെങ്കിലും കഴിക്കണേ, ഞങ്ങളൊക്കെ ഉണ്ടെന്ന് ധൈര്യമായിട്ടിരിക്കും. സാറേ, ക്യാമ്പിലോട്ടാണോ അതോ സ്റ്റേഷനിലോട്ടാണോ? സ്റ്റേഷനിലേക്ക് പോകണം സാറേ. ഇവിടെ SHOയുടെ മുമ്പിൽ എത്തിക്കണ്ടേ? അദ്ദേഹം തീരുമാനിക്കട്ടെ. ഇവളെ കൊണ്ട് വല്ലതും പറയിപ്പിക്കണമെങ്കിൽ ക്യാമ്പിലോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ മതി സാറേ. എനിക്ക് ഇന്ന് സ്റ്റേഷൻ ഡ്യൂട്ടിയാ, അങ്ങോട്ട് തന്നെ പോവാൻ സാറേ. ശരി നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ. ഹലോ മനുവേട്ടാ. പറഞ്ഞോളി, അവിടെ എന്തായി? മനുവേട്ടാ, ഇവിടെ പോലീസ് വന്ന് അലീന ചേച്ചി കൊണ്ടുപോയി. അലീനെ കൊണ്ടുപോയെന്നോ? എന്തിന്? എന്തൊക്കെ ചോദിക്കാനുണ്ടെന്നാ പറഞ്ഞു. പോലീസ് എന്റെ വീട്ടിലിരിക്കുന്ന നിരപരാധികളെ സ്ത്രീകളെ പിടിച്ചോണ്ടോ അധികാരമൊന്നുമില്ലല്ലോ. കൂടെ വനിതാ പോലീസ് ഉണ്ടായിരുന്നു. അവർക്ക് രോഹിതന്റെ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. അത് അവിടെ വെച്ച് ചോദിക്കാവുന്നല്ലേ ഉള്ളൂ. എന്നതാ മനുവേട്ട ചെയ്യണ്ടേ? എനിക്കൊന്നും അറിയാൻ മേല. ഇതിപ്പോ അച്ഛനോടും പറയാൻ വയ്യല്ലോ. അച്ഛന് ഭയങ്കര വിഷമാവും. എന്തായാലും അലീനെ അവർ കുറ്റപ്പെടുത്താൻ സാധ്യതയൊന്നുമില്ല, ചോദ്യം ചെയ്യുമായിരിക്കും. അവൾക്ക് അങ്ങനെ പോലീസിന് പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്തവരെ എന്തിനാ പേടിക്കുന്നത്? അലീന ചേച്ചി അവർ ഇന്ന് തന്നെ തിരിച്ചയക്കും മനുവേട്ടാ. കസ്റ്റഡി എടുത്താൽ തിരിച്ചയക്കണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം. ചേച്ചിനെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ച് ഉപദ്രവിക്കുന്ന എന്റെ പേടി. അതൊന്നും നീ പേടിക്കണ്ട, സ്വയം രക്ഷിക്കാനുള്ള കഴിവൊക്കെ അവൾക്കുണ്ട്. മനുവേട്ടനെ എന്തെങ്കിലും ചെയ്യണേ. ഞാൻ നോക്കട്ടെ. ഞാനേ ഗോവർദ്ധനങ്ങളെ വിളിച്ചു പറയാം. പിന്നെ സ്റ്റേഷനിൽ പണിയാ പോ. നീ സമാനായിട്ട് ഇരിക്കട്ടോ. ശരി മനുവേട്ടാ, വെക്കുവാണേ. ശരി മോളെ. എടാ മനു, നീ എവിടെങ്കിലും പോവാണോ? എവിടെയെങ്കിലും അല്ല, എല്ലായിടത്തും പോകും. എല്ലായിടത്തും എന്ന് വെച്ചാ? പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റല്, കടപ്പാട്ടൂര്. അങ്ങനെ ഇപ്പൊ പോവണ്ട. ഹരിയെ പോലീസ് പിടിച്ചപ്പോ നിനക്ക് പോലീസ് സ്റ്റേഷനിൽ പോവണ്ട. അലീനെ പോലീസ് പിടിച്ചപ്പോ നിനക്ക് ഇരിക്കാൻ വയ്യ അല്ലേ? ഹരി കുറ്റം ചെയ്തിട്ട് അവനെ അറസ്റ്റ് ചെയ്തു. അലീന എന്നാ തെറ്റ് ചെയ്തു? അവളെ എന്നാ തെറ്റ് ചെയ്തെന്നോ? എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. അമ്മ പറ, കേക്കട്ടെ, അറിയണല്ലോ. നീ അവളെ കൂട്ടിക്കൊണ്ടുവന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു വെള്ളിയാഴ്ച. ഒന്നും ഞാൻ ഓർക്കണതാ. ഇനി വെള്ളിയാഴ്ച ഇപ്പൊ എന്നാ കുഴപ്പമെന്നാ? അച്ഛൻ മരിച്ച് 9ന്റെ അന്ന് സഞ്ചയനം കഴിഞ്ഞ് അതിന് പിറ്റേ ദിവസം. അതുകൊണ്ട് എന്ത് പറ്റി നീ ചോദിക്കണേ? അച്ഛൻ എണീറ്റ് നടക്കുമായിരുന്നു ഇല്ലേ? വടിയും കുത്തിപ്പിടിച്ച് കോണിപ്പടി കയറുകയും ഇറങ്ങുകയും ചെയ്യുമായിരുന്നു. അത്യാവശ്യം വന്ന അതിനിപ്പോ എന്നാ? കഴക്കൂട്ടത്ത് പോയി അവളുടെ തിരുമോന്ത കണ്ട ശേഷം എത്ര ദിവസം ഇരുന്നു അച്ഛൻ? നീ പറ. 2 ആഴ്ച തികച്ചിരുന്നോ? ഇല്ല, തികച്ചില്ല. ഏറ്റവും കുറഞ്ഞത് 2 വർഷം കൂടെ അച്ഛൻ നല്ല ആരോഗ്യത്തിലിരുന്നേനെ. അലീന എന്നാ തെറ്റി ചെയ്തിട്ടാ മുത്തശ്ശി അത്രയും പെട്ടെന്ന് പോയത്? അവളുടെ ദൃഷ്ടി നീ ശ്രദ്ധിച്ചോ? സർപ്പദൃഷ്ടിയാ. സർപ്പദൃഷ്ടിയാണെങ്കിൽ ആ ദൃഷ്ടി പതിയെ നടന്ന് നശിക്കും. അവള് വന്ന് കയറിയതിനു ശേഷം 2 അനർത്ഥങ്ങളാ ഉണ്ടായത്. അവളുടെ നിഴല് പതിയുന്നിടത്ത് ഗതി പിടിക്കത്തില്ല. എനിക്ക് അമ്മയുടെ ദൃഷ്ടി കാണുമ്പോ അങ്ങനെ തോന്നാറുണ്ട്. ഞാൻ ഈ വീട്ടിൽ കാല് കുത്തിയതിനു ശേഷം ബച്ചടി കയറ്റുമായിരുന്നു, അറിയാമോ? ആർക്ക് തെങ്ങ് കയറ്റ, കാരണം കള്ള് കത്തുക. അവർക്ക് കയറിയാലേ പറ്റത്തുള്ളൂ. ഒന്നും പോവാൻ. അങ്ങനെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ പോണ്ട. ഇവിടെ ആരുണ്ട് എനിക്ക് കൂട്ടിന്? പോലീസുകാർ വന്നാ ഞാൻ എന്നാ ചെയ്യും? അമ്മയാണോ അതോ അവളാണോ നിനക്ക് വലുത്? അങ്ങനെ ഇപ്പൊ നീ പോണ്ട. ഹലോ, ഗോവർദ്ധനങ്ങൾ. അതെ ഞാൻ തന്നെ. എനിക്കൊരു ഡൗട്ട് ആള് മാറിയോ? നിങ്ങൾ എവിടെയാ? ഞാൻ വക്കീലിനെ കാണാൻ വന്നതാ. അലീനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൃഷ്ണമോള് വിളിച്ചു പറഞ്ഞേ. സത്യമാണെന്ന് അറിയത്തില്ല, ഒന്ന് അന്വേഷിക്കാൻ നിങ്ങളെ. അലീനയോ? അവളെന്തിനാ പോലീസ് കസ്റ്റഡി എടുക്കുന്നത്? അവളെന്ത് ചെയ്തു? ചോദ്യം ചെയ്യാൻ വേണ്ടിയായിരിക്കും. വനിതാ പോലീസൊക്കെ വീട്ടിൽ ചെന്നിരുന്നത്രേ. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയോ? കൊണ്ടുപോയെന്നാ പറഞ്ഞേ. എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അവര് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വിട്ടേക്കും, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ലല്ലോ. ഈ റേപ്പ് കേസ് കുറച്ച് കോംപ്ലിക്കേറ്റ് ആയതുകൊണ്ടേ പോലീസിന് ഉദ്ദേശം തന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ എന്തായാലും സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാം. എന്റെ വൈഫിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടല്ലോ. അങ്ങള് ട്രാഫിക്കില്ല. ഞാൻ അന്വേഷിച്ചായിരുന്നു. എന്നാലും ഒന്ന് അന്വേഷിക്കണം നിങ്ങളെ. ഏതായാലും ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് വിളിക്കാം. അല്ല, അവിടെ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ആരും വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. ഗേറ്റ് അടച്ചിട്ടേക്കാം. പിന്നെ മറ്റേ റിമോട്ട് ലോക്കിംഗ് സിസ്റ്റം പുറമേ നടക്കും, തുറക്കാനും പറ്റത്തില്ല. ഇവിടെ നെടുമ്പൂർക്ക ജുവലേഴ്സിന്റെയും ടെക്സ്റ്റൈൽസിന്റെയും ഹാർഡ്വെയർസിന്റെയും മുമ്പിൽ ആൾക്കാർ വന്ന് കലർ നടത്തി. കട തുറക്കരുന്ന് നേരത്തെ തന്നെ അലീന പറഞ്ഞിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നാട്ടുകാര് എല്ലാം കുത്തിവരും കൊണ്ട് പോയനെ. ഇവിടെ ഇനി എന്നതാ സംഭവിക്കാമെന്ന് അറിയത്തില്ല. പിന്നെ അലീനെ പോലീസ് വിളിച്ചോണ്ട് ഒരു മലന്തരങ്ങൾ പറയല്ലേ, അത് മതി BP കൂടെ. അത് ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി, വെക്കട്ടെ. ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. വേറെ പ്രതിയെ കിട്ടിയോ? എന്താണ് പുതിയ വിവരം? സർ, ഇതാണ് റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി. അപ്പൊ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തോ? എന്താണ് പേര്? പ്ലീസ്. ചെയ്യുണ്ടോ? സാർ ഊണ് കഴിക്കാൻ പോയി, ഇതുവരെ എത്തിയിട്ട്. സാറേ, ഗോവർദ്ധൻ സാർ എന്താ ഇവിടെ? ഞാന് നമ്പ്യ സാർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നമ്മളോട് കൂടി പറയൂ സാറേ, എന്താ വിഷയം? സാറിനോട് ഞാൻ പറയാം. ആദ്യം ഞാൻ നമ്പ്യ സാർ ഒന്ന് കാണട്ടെ. എന്നാ സംഭവം പറയേ? അത് എന്റെ അലീനില്ലേ, ബാലചന്ദ്രൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അലീന എന്ന പേര്. ഓ, എനിക്കതങ്ങ് ഓർമ്മയിലോട്ട് വന്നി. ബാലേന്ദ്ര സാറിന്റെ വീട്ടിൽ നിൽക്കുന്ന പെണ്ണാണല്ലേ? ഞാൻ
ഒന്ന് ആ കുട്ടിയെ കണ്ട് സംസാരിച്ചോട്ടെ. വേണ്ട വേണ്ട സി അദ്ദേഹത്തിന് ദേഷ്യം വരും. അവര് തമ്മിലൊന്ന് ഉടക്കി നിൽക്കുക. സാറിന് നമ്പ്യാർ സാറിനല്ലേ കാണണ്ടേ? ആ. എന്നാ വാ. മേ കമിൻ സർ. ആ കയറി വാ. സർ, താൻ ആ ബാലചന്ദ്ര മേനോന്റെ മാനേജർ. അദ്ദേഹത്തിന്റെ അളിയനാണ് സർ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സഹോദരിയെ ഞാനാ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഓ അപ്പോ നിങ്ങൾ ബന്ധുക്കൾ കൂടിയാണല്ലേ? ബാലേട്ടന്റെ വീട്ടിൽ നിന്ന് സാറിന് പെൺകുട്ടിയെ പിടിച്ചോണ്ട് വന്നില്ലേ, അതിനെപ്പറ്റി അന്വേഷിക്കുന്ന സാർ. തന്നോട് ആര് പറഞ്ഞു അന്വേഷിക്കാൻ? എന്നോട് ആരും പറഞ്ഞിട്ടല്ല. ആ വീട്ടിലിപ്പോ 3 പെൺപിള്ളേര് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ പോലീസ് വിളിച്ചോണ്ട് പോകുന്ന കേൾക്കുമ്പോ അന്വേഷിക്കട്ടെ സാറേ. ബാലേട്ടൻ ഇപ്പോ ഹോസ്പിറ്റലില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ആളില്ല. ആ പെണ്ണിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടോ? അതും CI അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട്. ആ കൊച്ചിനെ കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ സാറേ. ആ വീട് നോക്കിയിരിക്കുന്നതും ആ കൊച്ചാ. അവള് വലിയൊരു സാമർഥ്യകാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ യജമാനത്തിയെ ആ വീട്ടിൽ നാട്ടി ഇറക്കിയിട്ട് മുതലാളിയെ അടിച്ചു മാറ്റിയതല്ലടോ അവള്. കഥകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. സാറേ, അങ്ങനൊരു സംഭവമേ ഇല്ല. ഇല്ലേ? അന്ന് ബാലചന്ദ്ര മേനോന്റെ ഭാര്യ അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയപ്പോഴല്ലടോ ആക്സിഡന്റ് ഉണ്ടായത്. അത് വൈചേച്ചി കൊല്ലപ്പള്ളിയിലെ വീട്ടിലോട്ട് പോകുമ്പോഴാണ്. അതെ, പോയ സമയം എപ്പോഴാ? രാത്രി 1:30 മണിക്ക്. എടോ, നമ്മളും അരിയാഹാരം ഒക്കെ തന്നെയാ കഴിക്കുന്നത്. സാറ് വിചാരിക്കുന്ന പോലെയല്ല പെൺകൊച്ച്. സാറിന് അറിയാനിട്ടാ. ഒന്നാമതും അതൊരു അനാഥയ സാറേ. അതിനെ കൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല സാറേ. ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റന്മാരുണ്ടല്ലോ, ഹരിശങ്കറും രോഹിത്തും. അവളെ മയക്കുമരുന്ന് കലക്കിയ വെള്ളം കുടിപ്പിച്ച് പണി കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഒരിക്കലില്ല സാറേ. ആ കൊച്ചങ്ങനെ താരത്തിൽ തലയിടണ്ട, മനസ്സിലായോ? CI അവളെ വിളിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഊണ് കഴിക്കാൻ പോയിട്ട് വന്നിട്ടില്ല. വന്നു കഴിയുമ്പോ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അരിനെ അതിന് അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. വേണ്ടി വന്നാ ചിലപ്പോ റേപ്പ് കേസിൽ 5-ാം പ്രതിയാക്കിയെന്നും വരും. അത് അവളുടെ സഹകരണം പോലെ ഇരിക്കും. 5-ാം പ്രതിയാക്കാൻ അവൾ എന്ത് തെറ്റിയത് സാറേ? എടോ, പോലീസ് ആക്കിയാൽ ആക്കിയതാ. അവള് മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചാ അവൾക്ക് കൊള്ളാം. സാറേ, ഞാൻ അവളോടൊന്ന് സംസാരിച്ചോട്ടെ. വേണ്ട, പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല. പ്രതികളോടും വേണ്ട, സാക്ഷികളോടും വേണ്ട. അതൊക്കെ തെളിവുകൾ മായ്ച്ചു കളയാനും സാക്ഷികളെ സ്വാധീനിക്കാനും വഴിയൊരുക്കും. സാറേ, അതിന് അരിന പ്രതിയും സാക്ഷിയൊന്നും അല്ലല്ലോ. അത് ഞങ്ങള് പോലീസുകാരാ തീരുമാനിക്കണ്ടേ. എങ്കിൽ പിന്നെ പാലട്ടന്റെ മകനൊന്ന് കണ്ടോട്ടെ, രോഹിത്തിനെ. ഒരു രക്ഷയില്ല. അതിനുവേണ്ടി താൻ പോലീസ് സ്റ്റേഷനിൽ കയറി നിറങ്ങണ്ട. താൻ തന്റെ പണി നോക്ക്. ഇത് ഈച്ച കേസല്ല, നല്ല പ്രമാദമായ കേസാ. സൂര്യനെല്ലി പോലെ ഇത് കേരളം മുഴുവൻ അലയടിക്കും. മനസ്സിലായോ? ശരി സാറേ, ഞാൻ പോയേക്കാം. താൻ ചെല്ല്. ഓടോ. ആന്റി ആന്റി, ആ എന്താ? ദേ ചായ എടുത്ത് വെച്ചിരിക്കോ. അങ്കിളിനെ കൂടെ വിളിക്കണേ. ചായ തണുത്ത കൊള്ളത്തില്ലെന്നേ. വേഗം വന്ന് കഴിക്കും. അങ്കിളെ, അങ്കിൾ മാമ ഇങ്ങ് വായോ. നീ എന്നെ കൊച്ചുപിള്ളേരെ വിളിക്കുന്ന പോലെയാണല്ലോ വിളിക്കുന്നത്. ആ, ചില നേരത്ത് കൊച്ചു പിള്ളേരെക്കാളും താഴെയാ. ഇരിക്കി. ആ, എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഗ്രേസമ്മേ, ഇവിടെ എപ്പോഴാണ് മജിസ്ട്രേറ്റ് ആയത്? ആയിട്ടില്ല, ആവാൻ പോവാ. അങ്കിളെ, അലീന ചേച്ചിയുടെ കാര്യത്തില് എന്തെങ്കിലും ചെയ്യണേ. ഇതുവരെ വിട്ടയച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ആര് പറഞ്ഞു? ഇപ്പൊ ഞാൻ കൃഷ്ണജയെ വിളിച്ച് ചോദിച്ചായിരുന്നു. അലീന ചേച്ചിയെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കുറ്റവാളികളെ ഇരുത്തേക്കുന്ന പോലെ ഒരിടത്ത് ഇരുത്തേക്കുമെന്ന് കൃഷ്ണജ പറഞ്ഞു. അവളെങ്ങനെ അവള് പോലീസ് സ്റ്റേഷനിൽ പോയി തരും? ആ ഗോവർദ്ധനങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ആ അങ്കിള് വിളിച്ചു പറഞ്ഞു എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. എന്തിനാ അവളെ അങ്ങനെ ഇരുത്തിയേക്കുന്നെന്ന് അയാൾ ചോദിച്ചില്ലേ? അലീന ചേച്ചിയോട് മിണ്ടാൻ പോലും സമ്മതിച്ചില്ലെന്നാ പറഞ്ഞു. അതത്ര നല്ല ഏർപ്പാടല്ലല്ലോ. എന്തോ ദുരുദ്ദേശം ഉണ്ട് അങ്കിള്. നീയും ബാലചന്ദ്ര മേനോനായിട്ട് മോശമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വെറും ഒരു വീട്ടു ജോലിക്കാരിയായി നിന്നെ അവരിങ്ങനെ നിന്നെ സംരക്ഷിക്കാനുള്ള കാരണം എന്താ? നീ അന്ന് പോലീസിനടുത്ത് കള്ളം പറഞ്ഞ അവന്മാരെ രക്ഷിച്ചു. ഇനിയും അവന്മാരെ രക്ഷപ്പെടും. പിടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുക. മനസ്സിലായ?